വിവാഹത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ജീവനൊടുക്കി അധ്യാപികമാരായ സഹോദരിമാർ വളരെയധികം വ്യത്യസ്തമാർന്നതും ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിക്കുന്നതുമായിട്ടുള്ളൊരു സംഭവമാണ് ജോധ്പൂരിൽ നടന്നത്. സഹോദരിമാർ, അതായത് അധ്യാപികരായ സഹോദരിമാർ, വളരെയധികം വിദ്യാഭ്യാസമുള്ള, ചിന്തിക്കാൻ കഴിവുള്ള, വളരെയധികം പ്രായോഗിക ചിന്തകൾ അറിയാവുന്നൊരു വ്യക്തികളെന്ന നിലയിൽ ഇവരെന്തിനാണ് ഇങ്ങനൊരു നിലയിൽ ജീവൻ ഒടുക്കിയത് എന്നാണ് പലരും ചിന്തിക്കുന്നത്. രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് സംഭവം. 25ഉം 23ഉം വയസ്സ് പ്രായമുള്ള അധ്യാപികമാരാണ് വിവാഹത്തിന് മണിക്കൂറുകൾക്ക് മാത്രം ശേഷിക്കവേ ജീവനൊടുക്കിയത്. സഹോദരിമാർക്ക് വൻ വിവാഹം ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് മരണവാർത്ത എത്തുന്നത്. ജോധ്പൂരിലെ സ്വകാര്യ സ്കൂളിലെ അധ്യാപികമാരായ ശോഭ, വിമല എന്നിവരാണ് ജീവനൊടുക്കിയത്. ദീപ് സിംഗ് എന്നയാളുടെ പെൺമക്കളാണ് ജീവനൊടുക്കിയത്. വിവാഹത്തിൽ പങ്കെടുക്കാനായി ബന്ധുക്കളും അയൽവാസികളും വീട്ടിലേക്ക് എത്തുന്നതിനിടയിലാണ് ഈ സംഭവം നടന്നത്. വിഷം കഴിച്ചാണ് ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് വിശദമാക്കുന്നു. മുറിയിൽ അവശനിലയിൽ കണ്ട സഹോദരിമാരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആത്മഹത്യാക്കുറിപ്പുകളോ ആത്മഹത്യയിലെത്തിയതിന് സൂചനകളോ നൽകുന്ന ഒന്നും തന്നെ നിലവിൽ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് വീട്ടുകാരെയും പോലീസുകാരെയും അലക്കുന്നത്. വിവാഹം വീട്ടുകാരുടെ നിബന്ധന മൂലമാണെന്ന ആശങ്ക ബന്ധുക്കളിൽ ചിലർ പങ്കുവച്ചിട്ടുണ്ട്. ശനിയാഴ്ചയായിരുന്നു ഇവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തലേ ദിവസമായ വെള്ളിയാഴ്ച ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജോധ്പൂരിലെ മനൈ ഗ്രാമത്തിലാണ് ഈ ദുരന്തം ഉണ്ടായത്. സംഭവത്തെ തുടർന്ന് ഗ്രാമം മുഴുവൻ ദുഃഖത്തിലായിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി വൈകിട്ടും വീട്ടിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ തന്നെ തുടങ്ങിയിരുന്നു. ആഘോഷങ്ങൾ നടന്നിരുന്നുവെന്നും അർദ്ധരാത്രിയോടെ തന്നെയാണ് സഹോദരിമാർ ഇരുവരും ഉറങ്ങാനായി മുറിയിലേക്ക് പോയതെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ പുലർച്ചെ 4 മണിയോടെ ഇവരുടെ ആരോഗ്യനില വഷളമായി. തുടർന്ന് വീട്ടുകാർ ജോധ്പൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ADCP റോഷൻ മീന വിശദമാക്കുന്നത് ഇങ്ങനെയാണ്. തലേ ദിവസം ഇവരെ കണ്ടപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്നും എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്നുമാണ് പ്രേക്ഷകർ പ്രതികരിച്ചത്. നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത്തരത്തിൽ വിവാഹത്തെ ഭയന്നുകൊണ്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന എണ്ണം കൂടി വരികയാണ് എന്നും, എന്നാൽ സഹോദരിമാർ 2 പേരും ആത്മഹത്യ ചെയ്തതിൽ വലിയ നിഗൂഢതകളുണ്ട് എന്നുമാണ് പറയുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ തലേ ദിവസം സഹോദരിമാരെ കണ്ടപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നുവെന്നും വളരെ സന്തോഷത്തോടെ പുലർച്ചെ എഴുന്നേൽക്കാനായി ഇരുവരും മുറിയിലേക്ക് പോവുകയായിരുന്നു എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ആരോഗ്യനിലയുടെ കാര്യത്തെക്കുറിച്ച് തന്നെയായിരുന്നു ആദ്യം ഇവർ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ചോദ്യത്തെക്കുറിച്ചും ചോദിക്കുന്നത്. അതിനുള്ള വിശദാംശങ്ങളും ചോദ്യോത്തരങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ നടക്കുകയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.